വാടിക്കൽക്കടവ് സുൽത്താൻ തോട്ടിൽ ബാർജിന്റെ ക്രെയിൻ വൈദ്യുതി ലൈനിൽ തട്ടിയ അപകടം. വൻ ദുരന്തം ഒഴിവായി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ. വാടിക്കൽക്കടവ് സുൽത്താൻ കനാലിനോട് ചേർന്ന് പാർശ്വഭിത്തി നിർമ്മാണത്തിന്റെ ഭാഗമായി കൊണ്ടുവന്ന ബാർജിന്റെ ക്രെയിൻ തൂൺ 11 kV ലൈനിൽ തട്ടി പൊട്ടി വീണ് അപകടം. വൈകിട്ട് 6:30യോടെയാണ് സംഭവം. സുൽത്താൻ തോട്ടിൽ ഗതാഗതം നിരോധിച്ച റൂട്ടിൽ ഫൈബർ വള്ളം വന്നപ്പോൾ അതിന്റെ ഓളങ്ങളാൽ കെട്ടിയിട്ട ബാർജ് നീങ്ങുകയായിരുന്നു. അങ്ങനെ നീങ്ങുമ്പോഴാണ് തോടിന് കുറുകെയുള്ള വൈദ്യുതി ലൈനിൽ തട്ടിയതും ഉഗ്രശബ്ദത്തോടെ വൈദ്യുതി ലൈൻ പൊട്ടി വീണതും. അപകടം നടന്നയുടെ വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇപ്പോൾ ഒരു ഫൈബർ ഓടം ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മളെ തോടിന്റെ നവീകരണ പ്രവൃത്തിയായിട്ട് ഒരു ബാർജ് ഇവിടെ കെട്ടിയിട്ട് വർക്ക് നടന്നുണ്ട്, ഫില്ലർ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും എല്ലാം വാട്സപ്പിൽ മെസ്സേജ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മളെ ഇതിലെല്ലാം വാട്സപ്പിലെല്ലാം വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ പാവപ്പെട്ട മറ്റേ ഈ ഓടം ഓടിക്കുന്ന തൊഴിലാളികൾ മറ്റേ ഒറീസക്കാരോ മറ്റേ ആന്ധ്രക്കാരെല്ലാം ഉണ്ടാവുക. അവർ ഈ ഓടം എടുത്തിട്ട് അവർ ഏത് വാട്സപ്പ് നോക്കിയിട്ടാണ് ഇതില് വരുന്നത്, സ്ഥിരമായിട്ട് വരുന്നത്. ഇവർ ചെയ്യേണ്ടതെന്നാണ് ആ എൻട്രൻസിൽ ഒന്നിക്കലും ബ്ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ട് ഒരു ഇത് വെക്കണം. ഇപ്പൊ ഇവിടെ വെച്ചാൽ വലിയൊരു അപകടം ഇപ്പൊ ഒഴിവായത്. ഇവിടെ ഒരു ക്രോസ് ആയിട്ട് പായുന്ന കേവിന്റെ ലൈന് ക്രോസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. അതിന്റെ നേരെ മുന്നിൽ വെച്ചിട്ടാണ് ഈ ബാർജ് വെച്ചിട്ട് ഈ ചെറിയ വടം കെട്ടിയിട്ട് പണി നടത്തുന്നു. ഈ പണി ഇങ്ങനെ നടത്തുന്നത് തന്നെ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പൊ അതിന്റെ ഒരു സെക്യൂരിറ്റി എന്തായാലും പ്രശ്നം ഇത് കാണുന്നില്ല. അതിന്റെ വകുപ്പിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ അത് ചിന്തിക്കണം. KSEB അത് കണ്ടിട്ട് അവരോട് പറയണം. അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച ഇപ്പൊ എന്താ വെച്ചാൽ ആ ഓടം വന്നോണ്ട് പിന്നെ ഈ ബാർജിന്റെ നേരെ മുകളിലാണ് ബാർജുണ്ട്, അത് കട്ട് കഴിഞ്ഞിട്ട് നേരെ ഈ കമ്പിക്ക് വന്ന് വീണിട്ട് ലൈന് വന്ന് മുറിഞ്ഞ്. അപ്പൊ അതിൽ തൊഴിലാളികളുണ്ടായിന്, എന്തോ ഭാഗത്തിന് എല്ലാം തുള്ളി ഓടിയിട്ട് രക്ഷപ്പെട്ടു. അത് ഇല്ലെങ്കിൽ എന്തെങ്കിലും ടച്ചായിട്ടാണ് ആ മുറിഞ്ഞ് വീണോണ്ട് രക്ഷപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നത്. അത് ടച്ചായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ഒരു 5-8 മരണങ്ങൾ സംഭവിക്കും. നിർമ്മാണം നടക്കുന്നതിനാൽ സുൽത്താൻ കനാലിലൂടെയുള്ള ഗതാഗതവും നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അതിഭയങ്കര ശബ്ദം സമീപവാസികളിൽ ഏറെ ഭയമുണ്ടാക്കി. സംഭവം അറിഞ്ഞ് KSEB ജീവനക്കാരെത്തി ലൈൻ കണക്ട് ചെയ്ത് വൈദ്യുതി ബന്ധം പൂർവ്വസ്ഥിതിയിലാക്കി. വടക്കൻ വാർത്തകൾക്ക് വേണ്ടി വാടിക്കൽക്കടവിൽ നിന്നും T. ബാബു, പഴയങ്ങാടി. ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകാം ആരോഗ്യവും ഉന്മേഷവും. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ്. ഒഴിച്ചിൽ, കിഴികൾ, ധാര, വസ്തി, നസ്യം, പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം. മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ, വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം, കൃത്യതയാർന്ന പരിചരണം, പ്രകൃതിദത്ത ഭക്ഷണം. കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ, ഏഴിലോട്, കണ്ണൂർ.